ചിലത് പറയുവാൻ, ചില കണക്കിന് തീർക്കുവാൻ. ഇതാ പ്രിയമുള്ളവരെ, ഒരപ്രതീക്ഷിതമായ കുട്ടികളി നടക്കുന്നു. ഇതാ രണ്ട് ചാമ്പ്യന്മാർ ഫിക്സറിന്റെ ആനുപാതിക ഫിനിഷ് റൗണ്ടിൽ മുഖാമുഖം കാണുന്നു. ഒരു ചാമ്പ്യൻ പരാജയപ്പെടും. പ്രിയമുള്ളവരെ, ആരായിരിക്കും സെമി ഫൈനലിലേക്ക് കടന്നു പോകുന്നത്? വാക്കിംഗ് ചന്ദ്രമംഗലമാണോ? ഏതാണ്ട് ചാമ്പ്യന്മാർ ഇന്നലെ മത്സരം കോട്ടുകളിൽ കൊണ്ടും കൊടുത്തും വിഷയങ്ങൾക്കുള്ളിൽ അതിന് ഉത്തരമുണ്ടാകുമ്പോൾ രണ്ടാം സമ്മാനം ഷിനൂസ് ജുവലേഴ്സ് കൊണ്ടുവരാ സ്പോൺസർ ചെയ്യുന്ന 15,001 രൂപയും 20 നൽകുന്ന ട്രോഫിയും ഗോപകുമാർ രോഹിണി വൈക്കൽ വീട് ത്രിപുരലിംഗം നൽകുന്ന 10,001 രൂപ മൂന്നാം സമ്മാനം. നാലാം സമ്മാനം അടുക്കള ഹോട്ടൽ കൊണ്ടുവരാ സ്പോൺസർ ചെയ്യുന്ന 4,001 രൂപ. അഞ്ചാം സമ്മാനം ജോൺസൺ ട്രാവൽ ശ്രീരംഗാവ് സ്പോൺസർ ചെയ്യുന്ന 2,001 രൂപ. 6 മുതൽ 8 വരെ 1,001 രൂപ സംഘാടക സമിതിയുടെ വകയായി. രണ്ട് കൊമ്പന്മാർ മുഖാമുഖം പോരടിക്കുന്നു. വെല്ലുവിളിക്കുന്നു ഹെർക്കുലേസ് ഉണ്ടായത്തെ. ഒരുപക്ഷെ ഇന്നലകളിലെ ചില കണക്കുകൾ പറഞ്ഞു തീർക്കുവാൻ പോരാളി ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ചന്ദ്രമംഗലം കാട്ടാക്കട വെല്ലുവിളിക്കുന്നു. വെല്ലുവിളിക്കുന്നു. കയ്യടിയിലെ ഇതാ ഈ സീസണിൽ വരവറിച്ചുകൊണ്ട് വരുമെന്നും വരവ് രാജകീയമായിരിക്കുമെന്നും കരുതിവരെ ആവേശകരമായ പോരാട്ടം നിങ്ങളുടെ മുമ്പിൽ. രണ്ട് ചാമ്പ്യന്മാർ മറ്റുരയ്ക്കുമ്പോൾ ഗജരാജലക്ഷണങ്ങൾ പോലെ വടംവലിയുടെ 7 ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ 2 ഗജകേസരികൾ മറ്റുരയ്ക്കുന്നു. കൈകടി സ്വീകരിക്കൂ. ആവേശത്തിന്റെ പേരിൽ കൈവിടാൻ മനസ്സില്ലാത്തവരെ കരുത്തുമായി ഒത്തൊരുമിച്ച 8 പോരാളികൾ. ഇതാ പ്രിയമുള്ള ഈ സീസണിലെ ആദ്യ മത്സരത്തിലെ കൊണ്ട് തീർച്ചയായും തിരിച്ചു വന്നിരിക്കും. മറുപുറത്തും നിൽക്കുന്ന കായിക താരങ്ങൾ ഒട്ടും മോശമല്ല. പ്രോഗ്രസീവ് ശേഖം ഒരു കാലഘട്ടത്തിൽ 40-ലധികം കിരീടങ്ങൾ ആ കാലഘട്ടത്തിൽ ഉയർത്തുമ്പോൾ അതിന്റെ മുന്നണി പോരാളിയായി വടംവലി രംഗത്തെ കടന്നു വന്ന പടതകീച്ച ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു ആനപ്രേമി കൂടിയായ അജിത്ത് മണിയാറാണ് സുനിൽ പള്ളിക്കൽ. ഇതിന്റെ ഫ്രണ്ട് കായിക താരം പറയാൻ സമ്പന്നരാണ്. പക്ഷേ ഈ സീസണിൽ മറിച്ച് എന്താകുമെന്നറിയുവാനുള്ള വെല്ലുവിളിക്കുന്നു. തിരിച്ചു വന്നിരിക്കുന്ന പോരാട്ടത്തിൽ കായിക പ്രേമികളെ നിങ്ങൾ അറിയാലോ. അറിയാത്ത ചരിത്രമുണ്ട്. നമുക്കറിയാം, വടംവലി കേരളത്തിൽ എന്തും ആരാധകരുടെ ഹൃദയം കവർന്ന ഗാന്ധിയ അഷ്ടമംഗലത്തിന്റെ നാട്ടിൽ നിന്നാണ് അജിത്ത് കടന്നു വരുന്നത് എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പൊ ചരിത്രവും കായിക പരിമിതിയും കൂട്ടിയെഴുതിയാൽ 2 ടീമുകളും തുല്യശക്തികളാണ്. കാണികൾ കൈയടി സ്വീകരിക്കൂ. ഇത്രയും 2 ശക്തരായ ടീമുകൾക്ക് കൈയടിയില്ലേ? ഒരുപക്ഷെ ചിലത് പറയുവാൻ, ചില കണക്ക് തീർക്കുവാൻ വേണ്ടിയതാ. ആവേശത്തിന്റെ മുന്നിൽ കൈവിടാൻ മനസ്സില്ലാത്ത മനക്കരുത്തുവാൻ 8 കായിക താരങ്ങൾ ഒത്തൊരുമിച്ച് ഈ പോരാട്ടഭൂമിയിൽ പോരടിക്കുമ്പോൾ ചുട്ടിപ്പിടിച്ച് കമ്പക്കളിൽ വാൾമുറകൾ ചോരയും കണ്ണീരും പോലെ പോരാട്ടത്തിന്റെ കൽവീഥികളിൽ വിജയം പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒന്ന് കൈയടിക്കൂ. തിരിച്ചു പിടിക്കുന്നു. രണ്ടാം സെറ്റും ഇതാ തിരിച്ചുവരവിന്റെ കാലമാണ് മക്കളെ. ആടപ്പള്ളിയിലെ മനോരോഗിയല്ല, മറിച്ച് മത്സരക്കൊട്ടിലെ പടയാളികളാണ്. ഇന്ന് ഈ മത്സരക്കോട്ടിൽ കുതിരപ്പടയാളികളായി വൈക്കിംഗ് ചന്ദ്രമംഗലം കാട്ടാക്കട